പ്രിയമുള്ളവരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവിടെ ഇന്ന് നമുക്ക് ഈ പ്രിയദർശിനി കേരള സർക്കാർ ഒരുക്കിയിരിക്കുന്ന സ്ത്രീകൾക്കുള്ള KSRTCയിലെ സൗജന്യ യാത്ര പ്രിയദർശിനി ബസ്സിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് നിർവഹിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ചില കാഴ്ചകളുമായിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഏതാണ് ബസ്, എവിടേക്കാണ് യാത്ര എന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ അവിടേക്കൊന്ന് പോവുകയാണ്. തിരുവല്ലയുടെ മനോഹരമായ ഒരു ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. തിരുവല്ലയിലെ കണ്ടില്ലേ, വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ സാധാരണമായിരിക്കും. മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണല്ലോ ഈ വെള്ളക്കെട്ടൊക്കെ. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാൻഡ് കൂടി ഒന്ന് കണ്ടേക്കാം. പ്രിയദർശിനി രാവിലെ 9:30 KSRTC ബസ് സ്റ്റേഷൻ തിരുവല്ല. ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തിരുവല്ല MLA അഡ്വക്കേറ്റ് വർഗീസ് മാമൻ നിർവഹിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മന്ത്രിസഭയിലെ തിരുവല്ല MLA ആയിരുന്ന ശ്രീമാൻ മാത്യു ടി തോമസ് അവരുടെ ഭരണ സമയത്ത് നിർമ്മിച്ച ഈ ഒരു ബസ് ടെർമിനൽ, സത്യം പറഞ്ഞാൽ ഇത് ബഹുനില കെട്ടിടം തന്നെയാണ്. അപ്പോൾ ബഹുനില കെട്ടിടം അത് വേണ്ടുന്ന രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതല്ല ഇപ്പോൾ നമ്മുടെ വിഷയം. എന്നാൽ തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് വളരെ തിരക്ക് ഏറിയ, കേരളത്തിൻ്റെ വിവിധയിടങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട്, എന്ന് വെച്ചാൽ മധ്യ തിരുവിതാംകൂറിൻ്റെ ഈറ്റില്ലമാണ് നമ്മുടെ തിരുവല്ല. അപ്പോൾ ആ തിരുവല്ലയിലെ KSRTC ബസ് സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ. മല്ലപ്പള്ളി, പുതുശ്ശേരി, കല്ലുപ്പാറ അങ്ങനെ നിരവധി സ്ഥലത്തേക്ക് ബസ്സുകൾ പോകുന്ന ഒരിടം കൂടിയാണ്. ഇനി സ്ത്രീ സൗജന്യ യാത്ര, ഇതാണ് പ്രിയദർശിനി സൗജന്യ യാത്ര. എല്ലാ ബസ്സിലും ഇല്ല യാത്ര, ഓർഡിനറി ബസ്സിലാണ്. അപ്പോൾ ഇതൊക്കെ സൂപ്പർ ഫാസ്റ്റ്, 0 ടിക്കറ്റ്. ഓക്കെ, 9:30 ഉദ്ഘാടനം അല്ലേ? അത് കഴിഞ്ഞിട്ട് അപ്ഡേഷൻ വരും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം. ഓക്കെ, നിങ്ങൾക്കെല്ലാം അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ, അതെ, ഈ ബലൂണൊക്കെ കെട്ടി റെഡിയാക്കിയിരിക്കുന്ന ബസ്സാണ് എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഓരോ ബസ്സുകളും ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം പ്രിയദർശിനി സൗജന്യ യാത്രാ ബോർഡുകളൊക്കെ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൻ്റെ ഇടയിൽ LDF സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാത്യു ടി തോമസ് അവറുകൾ MLA ആയിരുന്ന സമയത്ത് നിർമ്മിച്ച ഈ ഒരു KSRTC ബിൽഡിംഗ് കോംപ്ലക്സ് ആണ്. ഇതിന് 1, 2, 3, 4, 5, 6, 7, 8, 9 നിലകളിലായിട്ടുള്ള ഈ ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിൽ എത്ര എണ്ണം വർക്കിംഗ് ആണ്, ഏതൊക്കെ ഓഫീസുകൾ വർക്കിംഗ് ഉണ്ട്, ഇതിനകത്ത് ഹോട്ടലുണ്ട്, വേറെ എന്തൊക്കെയുണ്ട് ഷെർലി ഇതിനകത്ത്? ഹോം സ്റ്റേ ഉണ്ടോ? ഹോം സ്റ്റേ റൂംസ് അവൈലബിൾ ആണ്. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും നടക്കും. പക്ഷെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ബിൽഡിംഗ് ആണ് അത്. ഇനിയും ഭരണാധികാരികൾ അതിനനുസരിച്ച് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. ഇത് കുമളി ഫാസ്റ്റ് പാസഞ്ചർ, കുമളിക്കൊക്കെ പോകുന്ന വാഹനങ്ങളൊക്കെ ഇവിടെ വന്നു പോകുന്നു. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു ശോചനീയാവസ്ഥ കൂടി ഒന്ന് പരിഹരിച്ചാൽ ഏറ്റവും നല്ല ഒരു മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും നല്ലൊരു ബസ് സ്റ്റാൻഡായിട്ട് മാറാൻ സാധ്യതയുള്ള ഈ ഒരു ബസ് സ്റ്റാൻഡ്. കാരണം നിരവധി യാത്രക്കാർ പല സ്ഥലങ്ങളിലേക്കും വന്നു പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. അതിനെ ആ രീതിയിൽ മാറ്റിയെടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മുടെ ചുമതലപ്പെട്ടവർക്ക് ഉണ്ട്. നല്ല തിരക്കാണ് ഇന്ന്. ഈ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തകരും UDF പ്രവർത്തകർ അല്ലെങ്കിൽ ജീവനക്കാർ, മറ്റുള്ള യാത്രക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റാതെ വണ്ണം ഭയങ്കര തിരക്കാണ് ഇവിടെ. ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്.
അതുപോലെ ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തിരക്കാണിവിടെ. ചെയർപേഴ്സൺമാരും എല്ലാവരും ഉണ്ട്. എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്തതിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എംഎൽഎ അഡ്വക്കേറ്റ് ഔപചാരികമായ ഉദ്ഘാടനം കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി തിരുവല്ലയുടെ ആരാധ്യനായ ജനകീയ എംഎൽഎ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ തിരുവല്ലയിലെ സൗജന്യ യാത്രയുടെ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പടിപടിയായി തിരുവല്ലയുടെ വികസന രംഗങ്ങളിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് നടക്കുന്ന ഈ ചടങ്ങ് എല്ലാ രംഗങ്ങളിലും സമഗ്ര മേഖലകളിലും വികസനത്തിന്റെ ഒരു പുതിയ മുഖം പോകുകയാണ്. തീർച്ചയായും ഈ പ്രവർത്തനത്തിന് പെണ്ണുങ്ങളെ നിർത്തുന്നേ ചേച്ചി കഴിഞ്ഞു പോയിരുന്നു. അമ്മാമ്മ വേണ്ട, അമ്മാമ്മ വന്ന് അമ്മാമ്മ കൂടി അതെ